ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യുന്നത് കൊച്ചു കുട്ടികൾക്കുള്ള ക്യൂട്ടായിട്ടുള്ള ഫിംഗർ പ്രിൻറ്റിങ് ആർട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ കുട്ടികൾക്ക് ചെയ്യാവുന്ന രീതിയിലാണ് സിമ്പിളായിട്ടുള്ള ആർട്ട് വർക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ 9 ആർട്ട് വർക്ക്സ് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് തമ്പാർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെമൺ യെല്ലോ കളറ് ഇതുപോലെ തമ്പിൽ അപ്ലൈ ചെയ്തിട്ട് രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻഡെക്സ് ഫിംഗറാണ്. അത് യൂസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാണ് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഒരു ബട്ടർഫ്ലൈ ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു ഫ്ലവറാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളതും ഇൻഡെക്സ് ഫിംഗർ തന്നെയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഏതൊക്കെ ആർട്ട് ചെയ്യാൻ പറ്റുമോ അതിലൊക്കെ ചെയ്യുക. ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള കളേഴ്സൊക്കെ നല്ല ഡ്രൈ ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ പിക്ചറും ഞാൻ കംപ്ലീറ്റ് ആവാണ്ട് അടുത്തതിലേക്ക് പോകുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നെക്സ്റ്റ് ഇതേപോലെ ഓറഞ്ച് കളറിലും രണ്ട് പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പെൻസിൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലവറിനൊരു സ്റ്റെം വരച്ചിട്ടുണ്ട്. തമ്പ് യൂസ് ചെയ്തിട്ട്, തമ്പല്ല ഇൻഡെക്സ് ഫിംഗർ യൂസ് ചെയ്തിട്ട് രണ്ട് ലീഫും. നെക്സ്റ്റ് ഇൻഡെക്സ് ഫിംഗറും അതുപോലെ തമ്പും ഇൻഡെക്സ് ഫിംഗറിൻ്റെ ടിപ്പ് പോർഷനും യൂസ് ചെയ്തിട്ടൊരു മനുഷ്യനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് യെല്ലോ കളറാണ്. കണ്ടില്ലേ, ജസ്റ്റ് ആ ഒരു ടിപ്പ് പോർഷൻ മാത്രം ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൈയൊക്കെ വരയ്ക്കാനുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. എന്തായാലും നമ്മൾ ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ഇലകൾ വരച്ചെടുത്താലോ. അപ്പോൾ മരത്തിന് കുറച്ച് ലീവ്സ് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ മരത്തിൻ്റെ ഇലകളും വരച്ചെടുത്തിട്ടുണ്ട്. വരയ്ക്കല്ല, പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വീണ്ടും ലെമൺ യെല്ലോ കളർ എടുത്തിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ കുറച്ച് പൂമ്പൊടി തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായില്ലേ. ഇനി ബട്ടർഫ്ലൈസിൻ്റെ പിങ്ക് വിങ്സിൽ സെൻറ്ററിലായിട്ട് നമ്മുടെ ലിറ്റിൽ ഫിംഗർ യൂസ് ചെയ്തിട്ട് രണ്ട് പ്രിൻ്റ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫിംഗർ യൂസ് ചെയ്തിട്ട് തന്നെ ഇലകൾക്കിടയിൽ കുറച്ച് യെല്ലോയിഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബട്ടർഫ്ലൈയുടെ യെല്ലോ വിങ്സിലേക്ക് സെൻറ്ററിലായിട്ട് ഇൻഡെക്സ് ഫിംഗർ യൂസ് ചെയ്തിട്ട് രണ്ട് ഡോട്ട്, വലിയ ഡോട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇൻഡെക്സ് ഫിംഗറിൻ്റെ ടിപ്പ് മാത്രം യൂസ് ചെയ്താൽ മതി. ഇതേ പിങ്ക് ഷെയ്ഡ് നമ്മുടെ ട്രീയിലും ഇൻഡെക്സ് ഫിംഗർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കളറൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് രണ്ട് റൗണ്ട് ഇൻഡെക്സ് ഫിംഗറിൻ്റെ ടിപ്പ് പോർഷൻ യൂസ് ചെയ്തിട്ട് ഇതുപോലെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തിനാന്നുള്ളത് നമുക്ക് ലാസ്റ്റ് കാണാം. വീണ്ടും നമ്മൾ ലെമൺ യെല്ലോ കളർ എടുത്തിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഒന്ന് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് ഓറഞ്ചാണ്. ഓറഞ്ച് യൂസ് ചെയ്തിട്ടും ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഫ്ലവറിനൊരു സ്റ്റെമ്മ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരയ്ക്കാം കേട്ടോ. ഇനി നമ്മുടെ ഫൈനൽ ടച്ചപ്പ് പരിപാടികളാണ് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ഓറഞ്ച് പ്രിൻ്റ് ചെയ്തിട്ടില്ലേ, അപ്പോൾ അതിലേക്കൊരു ഫിഷിനെ ഇതുപോലെ ഒന്ന് അതിൻ്റെ ആ ഒരു വാലും ചെകിളയും ചിറകും എല്ലാം ഒന്ന് സിമ്പിളായിട്ടുള്ള രീതിയിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ബട്ടർഫ്ലൈനെ മിൽക്ക് പണി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടർഫ്ലൈയുടെ രണ്ട് കൊമ്പുകൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെല്ലാം ബ്ലാക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ രണ്ട് ബ്ലാക്ക് ഡോട്ടുകൾ വരച്ചിട്ടുണ്ടായില്ലേ, അതൊരു സൺഗ്ലാസിന് വേണ്ടിയിട്ടാട്ടോ വരച്ചിട്ടുണ്ടായത്. അപ്പോൾ അതിന് ഇതുപോലെ അതിൻ്റെ ആ ഒരു കോല് വരുന്ന ഭാഗമൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മനുഷ്യന് രണ്ട് കൈയും ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മനുഷ്യൻ യോഗ ചെയ്യുന്ന ആ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഹണി ബീയും കൂടി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വായയും അതുപോലെ രണ്ട് കണ്ണ്, രണ്ട് ചെവിയല്ല ചിറക് ഇത് വരച്ചു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ആമക്കുട്ടനായിട്ടോ വരച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആമക്കുട്ടനെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. എൻ്റെ ബ്രഷ് അത്ര
ഓക്കെ അല്ല. അതുകൊണ്ട് ആമക്കുട്ടീനെ വരച്ചപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഓക്കെ ആയില്ല. ഞാനൊരു ഡയഗണൽ ഷേപ്പാണ് സെൻറ്ററിൽ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതൊരു റൗണ്ട് ഷേപ്പ് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി നാളുകളായിട്ട് നമ്മൾ വർക്കുകളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ബ്രഷൊക്കെ കുറേ ചീത്തയായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വന്നത്. നെക്സ്റ്റ് ഒരു ഓറഞ്ച് കുട്ടീനെ ഒന്ന് വരച്ചു കൊടുത്താലോ. അപ്പോൾ കണ്ണും വായൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു തണ്ട് പോലെ വരച്ചു കൊടുത്തിട്ട് നമ്മുടെ ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ട് 2 ലീഫും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മരത്തിന് താഴെ പോർഷൻ, അതായത് തടിഭാഗം ഇതുപോലെ ഒന്ന് ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെറുപറാന്നൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ഫിംഗർ പ്രിൻറ്റിങ് ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൊച്ചു കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ചെയ്യാം കേട്ടോ. അതുപോലെ ഒത്തിരി ക്രാഫ്റ്റ് വീഡിയോസും എംബ്രോയ്ഡറി വീഡിയോസും ഓണം സ്പെഷ്യലായിട്ടുള്ള വീഡിയോസും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ കയറിയിട്ടൊന്ന് വീഡിയോസൊക്കെ കാണാം. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.